എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റൈസിന എന്നാണ്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ ദൂരെയുള്ളൊരു കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ വന്ന സമയത്ത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കാരണം 11 വർഷം മുൻപ്, അതായത് 10 വർഷം മുൻപ് എന്ന് പറയാം, ഇതേ ഹാളിൽ ഇതേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇതേ ടീമിൻ്റെ കൂടെ സാർ ഉണ്ടായിരുന്നു. നിഷ സാറുണ്ട്, നമ്മളെ ജിയോ സാറ്, അതുപോലെ GM നമ്മളെ അനിൽ സാറും ഒക്കെ ഉള്ളൊരു ടീമിൻ്റെ കൂടെ നിങ്ങളെപ്പോലെ ആ സൈഡിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ഇത് സീറ്റ് പോലും പോകുന്നുണ്ട്. ഞാൻ ഈ ഹാള് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ജിയോ സാറ് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടോ ഹാള് എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊരു ഇരുട്ട് മൂടിയൊരു സ്ഥലമാണ്, ഈ ഒരു ഹാള് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബാർ അറ്റാച്ച്ഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും ഓർമ്മയാണ്. കാരണം ഇങ്ങനെ ഒരു ഹാളിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇത്രയും ക്രൗഡുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വന്ന് സെയിൽസ് ഓഫീസേഴ്സ് ആ ഒരു തസ്തികയിലേക്കാണ് എനിക്ക് പോസ്റ്റ് കിട്ടിയത്. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ അന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരാരും ജോയിൻ ചെയ്തില്ല. അവരൊക്കെ എന്താക്കി, അത് ഇട്ടെറിഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിന്നു. ഒരു 6 മന്ത് കഴിഞ്ഞ സമയത്ത് ഷോപ്പിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടി. ഞാൻ റിസപ്ഷനിലേക്ക് കയറി. റിസപ്ഷനിൽ എനിക്ക് ടെലികോളിംഗ് കൂടെ തന്നു, അതും ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിയുന്ന സമയത്താണ് ഇതേ ടീമിനോട് പറയുന്നത്, ഇത്രയും മെമ്പേഴ്സ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സെയിൽസ് ഓഫീസർ എന്നുള്ള തസ്തികയിൽ. ഇത്രയും ആൾക്കാരെ കെയർ ചെയ്യാൻ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഞാൻ ആ ഒരു പോസ്റ്റും ഏറ്റെടുത്തു. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെയുള്ള 300ഓളം മെമ്പേഴ്സിനെ കെയർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് പെർ മന്ത് ഞാൻ സാലറി ഈ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറയാം, ഒരു ചെറിയൊരു അനുഭവം കൂടി പറയാം. ജിയോ സാർ എപ്പോഴും പറയും, ഈ ഒരു ഹാളിൽ നിന്ന് കരഞ്ഞു പോയ ഒരാൾ ഞാനായിരിക്കും. അന്ന് ജിയോന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അനിൽ സാർ, എനിക്ക് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ നമ്മൾ നേരത്തെ? സാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരു വാടക വീട്ടിലായിരുന്നു ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ കുറേ ആൾക്കാരല്ലേ, എന്തെങ്കിലും കിട്ടണം എന്നുണ്ടാവില്ലേ? അതുപോലെ ഇവിടുന്ന് ആ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ കുറേ ഇമോഷണൽ ആവും. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ